ഹായ്, ഞാൻ സീനത്ത്. ഇഫ മേക്കവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ അമ്മായിയും ബലിക്കും എൻ്റെ മക്കളും കൂടി ഞാനിന്ന് സൗദിയിലേക്ക് പോകുമ്പോൾ യാത്രയാക്കാൻ വന്നേക്കാം. അപ്പോൾ മക്കളെ കൂടെ എയർപോർട്ടിലേക്ക് വന്നു. ആ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഈ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ രാത്രിയായിരുന്നു ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്ന്, പുലർച്ചെയാണ് എനിക്ക് ഫ്ലൈറ്റ് കേട്ടോ. അപ്പം മക്കൾക്ക് കൂടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഏകദേശം അവിടെ നിന്ന് കഴിച്ചിറങ്ങി ഞങ്ങൾ എയർപോർട്ടിലെത്തി. കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായിൽ നിന്ന് വന്നതും കോഴിക്കോട് എയർപോർട്ടിലേക്ക് തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ ജിദ്ദ എയർപോർട്ടിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ജിദ്ദ എയർപോർട്ടിൽ പോയിട്ട് ഇറങ്ങും കേട്ടോ. അപ്പം മക്കളുടെ കയ്യിൽ ഫോണൊക്കെ ഉള്ള കാരണം അവർക്ക് ബോറടിയൊന്നും ഉണ്ടായില്ല. ഐഷമോളും അഫ്സലും കൂടിയാണ് എൻ്റെ കൂടെ വരുന്നത്. അവർ ഫാമിലിയൊക്കെ ആയി അവർ യാത്ര പറയുന്ന ആ ഒരു തിരക്കിലാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് മക്കളോട് ഇനി യാത്ര പറയണം. എൻ്റെ ഇജാസിനോട് യാത്ര പറയാണ്. ഇഫമോളെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല കേട്ടോ. അവൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയ കാരണം അവിടെ ചെന്ന് കണ്ടു. എയർപോർട്ടിലേക്ക് മോളെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇജാസിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കുറച്ചും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അഫ്സലും ഐഷമോളും അവരെ ഫാമിലിയായിട്ട് യാത്രയൊക്കെ പറഞ്ഞു. ഇനി ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടണം. അതിന് വേണ്ടി ഞങ്ങൾ ക്യൂയിലാണ് കേട്ടോ. ക്യൂവിൽ ഒരുപാട് നേരമൊന്നും നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് 3 പേർക്കും ബോർഡിംഗ് പാസ് പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് എമിഗ്രേഷന് വേണ്ടി പോകണം. എമിഗ്രേഷന് പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെയും കൂടി കിട്ടിയിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര തിരക്കായ കാരണം അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എമിഗ്രേഷൻ കഴിഞ്ഞ് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോഴും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ഞങ്ങളുടെ ബസ് എത്തിയിരുന്നു. അങ്ങനെ നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കിട്ടിയ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൾക്ക് ഞങ്ങളെ കിട്ടിയാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് അവളെ കിട്ടിയാലും ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം സ്പേസ് ജെറ്റ് എന്ന ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ജിദ്ദ എയർപോർട്ടിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അവിടെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന ആ ഒരു ടൈമിങ്ങിൽ ആളുകളിങ്ങനെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട കുറച്ച് ഫ്ലൈറ്റൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ലതുപോലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇത് ഖത്തറിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റാണ് കേട്ടോ. അതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ഈ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ഉംറയ്ക്കുള്ള ഗ്രൂപ്പായിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കോഴിക്കോട് എയർപോർട്ടിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഫ്ലൈറ്റിൽ 3/4 ആളുകളും ഉംറ ചെയ്യാനുള്ള ആളുകളായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് യാത്രയും ചെയ്യാൻ പറ്റി. ഞങ്ങളും ജിദ്ദ എയർപോർട്ടിൽ തന്നെയാണ് ഇറങ്ങിയത് കേട്ടോ. രാത്രി ആയത് കാരണം എനിക്ക് അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടോ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റി. അതും ഇങ്ങനെയൊക്കെ നല്ലതുപോലെ എടുക്കാൻ പറ്റിയാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ കൂടെ അഫ്സലും ഐഷമോളൊക്കെ ഉള്ള കാരണമാണ് ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ജിദ്ദ എയർപോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാതെ നമ്മളിവിടെ മാഷാ അല്ലാഹ് എത്താൻ പറ്റി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് പൈലറ്റൊക്കെ ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ ഞാൻ വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ഭാഗം കൂടി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ജിദ്ദ എയർപോർട്ടിൻ്റെ അകത്തേക്ക് ഫ്ലൈറ്റ് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ ലഗേജിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ലഗേജും കിട്ടി. ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഞങ്ങളുടെ കൂടെ വന്ന കുട്ടിയുടെ ഹസ്ബൻഡ് അവളെ വെയിറ്റിങ്ങിൽ അവരും കണ്ടുമുട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം ഐഷമോൾ അവളെ ഉപ്പാനെ കാണാം കേട്ടോ. അതിൽ ഐഷമോളും അഫ്സലൊക്കെ അതിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലഗേജൊക്കെ എടുത്ത് ഐഷമോളുടെ ഉപ്പാടെ കാറിൻ്റെ അവിടേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാറിൽ ഞങ്ങളുടെ ലഗേജൊക്കെ കയറ്റി ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഐഷമോളുടെ ഉപ്പ താമസിക്കുന്ന റൂമിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് അവളെ ഉപ്പ തന്നെ ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് തന്നെ കാപ്പിയൊക്കെ മേടിച്ച് നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച് നൂഡിൽസും ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച്
ഹാപ്പിയായി നമ്മൾ അവരുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് എന്തായാലും എല്ലാ കാര്യം റാഹത്തായി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, താങ്ക്